യെസ്, ഏറ്റവും പ്രിയപ്പെട്ട സി ജി എൽ ആസ്പിരൻസിന് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇവിടെ മുതൽ സി ജി എൽ എക്സാം വരെ നമ്മളൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വേറൊന്നുമല്ല, വരാൻ സാധ്യതയുള്ള ആൻഡ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ മുന്നിൽ നിൽക്കുന്നത് സെക്ഷണൽ ടൈമർ ആണ്. സെക്ഷണൽ ടൈമറിൽ നിങ്ങൾ വളരെ ഡീപ്പായി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ ഒന്നാമത്തെ ലക്ഷ്യം, നിങ്ങൾ SSC CGL ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ, ഒന്ന് ഒരു റിവിഷൻ ആണ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാന്നുള്ളതാണ്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾ കാണാതെ പോയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഈ രണ്ട് മേജർ കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതിനെ എങ്ങനെ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയായിരിക്കും, എന്നാൽ അത് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഒരിക്കലും എക്സാം ഹാളിൽ നമുക്കത് ഡബിൾ ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, കാഷ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒഴിവാക്കി വിടാം എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു സീരീസിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളുക. ഇന്നത്തെ സെഷനിൽ ഞാൻ അൾജിബ്രന്റെ പാർട്ട് 1 ആണ് എടുക്കുന്നുണ്ടാവുക. അപ്പം അൾജിബ്രയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ എന്താ പറയുക ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം അൾജിബ്ര പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഒരു ബേസിക് ഇക്വേഷൻ പറഞ്ഞുതരാം. ബേസിക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അഥവാ പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ പറ്റുന്നില്ല, തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ കമന്റിൽ പറയാം. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഓഡിയൻസിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള അടുത്ത സീരീസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവുക. ശരി, ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, ഓരടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മളെ സെഷനിലേക്ക് പോവാം. നമ്മളെ മുന്നിലുള്ളത് അൾജിബ്ര എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാവുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അരിത്തമെറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഒരു കാൽക്കുലേഷൻ വേണം അല്ലെ. കാൽക്കുലേഷൻ എന്തായാലും സമയം എടുക്കുമല്ലോ. നമ്മൾ എത്രത്തോളം സ്പീഡിൽ ചെയ്താലും അവിടെ ഒരു സമയം എടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അൾജിബ്രയിലുള്ള ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഷിഫ്റ്റിൽ ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് വിചാരിക്കുന്നത്. ആവറേജ് അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അതിൽ 2ൽ ഒരെണ്ണമെങ്കിലും ലെസ് ദാൻ 10 സെക്കൻഡ്സിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും ഫണ്ടമെന്റലായി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയാം. ഞാൻ ഇത് അൾജിബ്ര മൊത്തത്തിലല്ല പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൈപ്പിനെ പറ്റി, സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ അത്യാവശ്യം എക്സാം ഒക്കെ എഴുതിയ ആളുകൾക്ക് അറിയാം, ഈ x+1/x ഈ ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ x+1/x എന്ന് മനസ്സിലാക്കണം. ഒരു നമ്പർ പ്ലസ് അതിന്റെ ഇൻവേഴ്സ്. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയാൻ കാരണമുണ്ട്, ഈ നമ്പറിന്റെയും ഈ നമ്പറിന്റെയും പ്രൊഡക്റ്റ് എത്രയാണ്? 1 ആണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ സ്കിന്നിട്ട് വരുന്ന ചോദ്യങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ബേസിക് അറിഞ്ഞിരിക്കേണ്ട എന്താ, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊന്നും മനസ്സിലോർത്ത് നോക്കുക. x+1/x ഈക്വൽ ടു, ഇതിനെ ഞാൻ k എന്നാണ് വിളിക്കാം. x+1/x k ആണെങ്കിൽ, ഇത് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് ഗിവൺ ആണെങ്കിൽ, ഈ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? x² + 1/x² കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരാ? k² - 2 ആയിരിക്കും. ആൻഡ് അടുത്തതായിട്ട് എന്താ? x³ + 1/x³ കണ്ടുപിടിക്കാൻ പറ്റും. അതാരായിരിക്കും? k³ - 3k ആയിരിക്കും. ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് അടുത്തൊരാള് x - 1/x ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് x - 1/x ആ തരുന്നുണ്ടെങ്കിൽ അവിടെ x² + 1/x² കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? d² + 2 ആണ്. ആൻഡ് x³ - 1/x³ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അവിടെ d³ + 3d ആണ്. അപ്പൊ ഈ കേസ് എവിടെ നടക്കുള്ളൂ? നമുക്ക് ഒരു നമ്പറും അതിന്റെ ഇൻവേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ k, ഒരു നമ്പറും അതിന്റെ ഇൻവേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ d. ഈ ഡാറ്റ kയും ഡിയും തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആളുകളെ ഇതിന്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റൂല കേട്ടോ, നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. x+1/x എന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ. നമുക്ക് എക്സിന്റെ ക്യൂബ് ആണ് x³, 1/x-ന്റെ ക്യൂബ് ആണ് 1/x³. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. ബാക്കി ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഈ ഇക്വേഷൻസ് ഒന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞു പോവുക. അതിന് മുമ്പായിട്ട് ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ.
നമ്മുടെ ദിശ അക്കാദമിയുടെ SSC CGL-ന്റെ കോഴ്സസ് റണ്ണിങ് ആണ്, ലൈവ് ആണ്. നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പിൽ നിങ്ങൾക്ക് ഈ സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇക്വേഷൻസും അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്തുകൊണ്ട് ആ ഇക്വേഷൻ വന്നു. അപ്പൊ കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യണം, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സ്വന്തമായി ഒരു പുതിയ ടൈപ്പ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരം കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ റെയിൽവേ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ റെയിൽവേക്ക് വേണ്ടിയിട്ടും നമ്മളുടെ കോഴ്സ് റണ്ണിങ് ആണ്. റെയിൽവേ റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാ റെയിൽവേ എക്സാമുകൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിലുള്ള നമുക്കറിയാം സബ്ജക്റ്റുകളൊക്കെ കോമൺ ആണ്. അപ്പൊ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ എക്സാമുകൾക്കും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അതിനുള്ള അവസരമുണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെയും സമയം കളയുന്നില്ല, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാവരും 100% ആൾക്കാരും ശരിയാക്കുന്ന ചോദ്യമാണ്. എന്താ ചോദ്യം? x + 1/x 5 ആണ്, അതായത് k തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് x² + 1/x². അത് എത്രയായിരിക്കും? k² - 2 എന്നാണ് പഠിച്ചത് അല്ലെ. അപ്പൊ 5² - 2 23. ഓക്കെ, ഇത് ചോദിക്കും. ഇത് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും, നമുക്കൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണെങ്കിൽ പോലും ഈ റീസെന്റ് ആയിട്ട് തന്നെ പല എക്സാമുകളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻസ് തന്നിട്ടുള്ളത് അല്ലെ, x - 1/x 6 ആണ്. അപ്പൊ ഡിഫറൻസ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് x² + 1/x² ആണ്. അതാരായിരുന്നു? d² + 2 ആണ്. അപ്പൊ 6² + 2 38. കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x + 1/x 4 തന്നിട്ടുണ്ട്. k സമ്മ തന്നിട്ടുള്ളത്. x + 1/x 4 തന്നിട്ടുണ്ട്. k 4 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് x³ + 1/x³. ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? k³ - 3k. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്തുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാൻ പറ്റുക. k³ 4³ 64 ആണ്. 64 3k 14 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 52 കിട്ടും. 64 12 കുറച്ചാൽ 52. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, x - 1/x 3 ആണ്. അപ്പൊ ഡിഫറൻസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. d തന്നിട്ടുണ്ട്, ഡിഫറൻസ് 3. പിന്നെ തന്നിട്ടുള്ളത് k³ അല്ല ക്യൂബ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x³ - 1/x³. d തന്നിട്ട് ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? d³ + 3d. d³ എത്രയാ? 27. 27നോട് 3 × 3 9 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 36 കിട്ടും. ഓക്കെ, ഇത്രയുമാണ് ആ 4 ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് വളരെ ഡയറക്റ്റ് ആയി വരുന്ന ചോദ്യങ്ങൾ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ആദ്യമായി കാണുന്ന ആളുകൾക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഈ ഇക്വേഷൻസ് ബേസ് ചെയ്ത് ചെയ്യാം. സ്ഥിരമായി എക്സാം എഴുതുന്ന അല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഏറ്റവും ബേസിക് ആയി ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ശരി, ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ, ഇതും അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും തോന്നുന്നു. നിങ്ങൾ ഇനിയുള്ള ചോദ്യങ്ങൾ ഒന്ന് പോസ് ചെയ്യുക, സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ശ്രദ്ധിക്കുക. തന്നിരിക്കുന്നത് x + 1/x ആണ്. അത് എത്രയും തന്നിട്ടുണ്ട്. അപ്പൊ x + 1/x അഥവാ k തന്നിട്ടുണ്ട്. നമുക്ക് എന്താ അറിയാവുന്നത്? അവിടുന്ന് x² + 1/x² കണ്ടുപിടിക്കാൻ അറിയാം. ആൻഡ് x³ + 1/x³ കണ്ടുപിടിക്കാൻ അറിയാം. ഇതിന്റെ രണ്ട് ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത് k² - 2 ആയിരിക്കും, ഇത് k³ - 3 ആയിരിക്കും, 3k ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല, പകരം എന്താ ചോദിച്ചിട്ടുള്ളത്? x⁴ + 1/x⁴ ആണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. x + 1/x k ആണെങ്കിൽ ഇവിടെ ഉള്ളതിന്റെ സ്ക്വയർ, അതായത് x² പ്ലസ് ഇവിടെ ഉള്ളതിന്റെ സ്ക്വയർ, അതായത് 1/x² കണ്ടുപിടിക്കാൻ k² - 2 ആ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് x² + 1/x² കയ്യിലുണ്ടെങ്കിൽ അതാണ് k എന്ന് വിചാരിക്കുക. അപ്പോ x⁴ + 1/x⁴ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടി വരാം. ഇതിന്റെ സ്ക്വയർ എവിടെ ഉള്ളത്? ഇതിന്റെ സ്ക്വയർ എവിടെ ഉള്ളത്? അപ്പൊ നമുക്ക് പറയാം ഇവിടെ k ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കണം? k² - 2 ആയിരിക്കണം. അല്ലാതെ ഇത് x + 1/x തന്നാൽ മാത്രം സോൾവ് ചെയ്യേണ്ട ചോദ്യമല്ല. ഇവിടെ എന്ത് തന്നിട്ടുണ്ടോ അതിന്റെ സ്ക്വയർ ഇവിടെ ഉണ്ടോ നോക്കുക. ആണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ചെയ്യാം. ശരി, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x⁴ + 1/x⁴ ആണ്. ഇത് കിട്ടണമെങ്കിൽ x⁴ കിട്ടാൻ ആരുടെ സ്ക്വയർ എടുക്കേണ്ടത്? x² സ്ക്വയർ എടുക്കേണ്ടത്. 1/x⁴ കിട്ടാൻ 1/x² ആണ് എടുക്കേണ്ടത് അല്ലെ. ഇതിന്റെ സ്ക്വയർ ആണ് ഇവിടെ, ഇതിന്റെ സ്ക്വയർ ആണ് ഇവിടെ. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ, ഇത് k ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? k² - 2 ആയിരിക്കണം. ഈ ഒരു സാധനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x² + 1/x² ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ കയ്യിൽ ആരുണ്ട്?
എക്സ് പ്ലസ് വൺ ബൈ എക്സ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് എത്രയാണത്? റൂട്ട് സെവൻ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്ത് എവിടെ കിട്ടും? അതിന്റെ സ്ക്വയർ എടുത്ത് എവിടെ കിട്ടും? ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കുകയാണ്, പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. റൈറ്റ്, നമുക്ക് എക്സിന് ഒരു തവണ സ്ക്വയർ എടുത്താൽ എക്സ് സ്ക്വയർ ആവുള്ളൂ, പക്ഷെ എക്സ് റേസ് ടു 4 ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു തവണ സ്ക്വയർ എടുത്തിട്ട് കാര്യമില്ല, 2 തവണ സ്ക്വയർ എടുക്കണം, അപ്പോഴേ എക്സ് റേസ് ടു 4 ആവുള്ളൂ. അപ്പൊ ഈ പ്രോസസ്സ് 2 തവണ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് കെ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്ന പ്രോസസ്സ് 2 തവണ ചെയ്യണം. റൂട്ട് 7ന്റെ സ്ക്വയർ 7 മൈനസ് 2 5. ഇനി അതിന്റെ സ്ക്വയർ 25 മൈനസ് 2 23. അപ്പൊ എത്ര തവണ സ്ക്വയർ ചെയ്യണം നോക്കുക. എത്ര തവണ സ്ക്വയർ ചെയ്യണം? 2 തവണ സ്ക്വയർ ചെയ്യണം. അപ്പൊ 2 തവണ ഈ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ എക്സ് പ്ലസ് 1 ബൈ എക്സ് 3 തന്നു, എന്നിട്ട് എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 ചോദിച്ചു. ഒരു തവണ സ്ക്വയർ ചെയ്തിട്ട് കാര്യമില്ല, 2 തവണ സ്ക്വയർ ചെയ്യണം. അപ്പൊ 3 സ്ക്വയർ മൈനസ് 2 7, 7 സ്ക്വയർ മൈനസ് 2 47. കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണം ആ ചോദ്യം ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും അതൊരു മസിൽ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആലോചിക്കേണ്ടി വരരുത്, 2 തവണ സ്ക്വയർ ചെയ്യണമല്ലോ, അപ്പൊ കെ സ്ക്വയർ മൈനസ് 2. ഇക്വേഷൻ ഒന്നും എടുത്ത് സമയം കളയാൻ പാടില്ല. ഓൾറൈറ്റ്, ഞാൻ ഇവിടെ വേറൊരു നമ്പർ ആയിരുന്നെങ്കിലോ നോക്കാം. ഈ റൂട്ട് 7ന് പകരം ഒരു എത്ര വെക്കാം? റൂട്ട് 11 ആണെന്ന് വിചാരിച്ചു. എക്സ് പ്ലസ് 1 ബൈ എക്സ് തന്നു, എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 കണ്ടുപിടിക്കണം. അപ്പൊ കെ സ്ക്വയർ മൈനസ് 2 9, കെ സ്ക്വയർ മൈനസ് 2 79. ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. ഇത് കെ ആണെങ്കിൽ കെ സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 9 ആണ് കിട്ടുക. അതിന്റെ സ്ക്വയർ മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ 79 ആണ് കിട്ടുക. ഇങ്ങനെ സ്പീഡിൽ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, പലതവണ ചെയ്താലേ അത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ്. റിപ്പീറ്റഡ് പാറ്റേൺസിനെ സ്പീഡിൽ ചെയ്തു പോകണം. ഒരുപാടൊന്നും എഴുതാനൊന്നും നിൽക്കരുത്. റൈറ്റ്, യെസ്. അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എക്സ് പ്ലസ് 1 ബൈ എക്സ്, അതായത് സമ്മ് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്, സമ്മ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ആണ് അല്ലെ? എക്സ് മൈനസ് 1 ബൈ എക്സ്, ഡി എത്രയാണെന്നാണ് ചോദ്യം. ഇതിനും ഇക്വേഷൻ ആണുള്ളത്. ഇക്വേഷൻ പഠിക്കാം. എന്താ ഇക്വേഷൻ? നിങ്ങൾക്ക് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് എക്സ് പ്ലസ് 1 ബൈ എക്സ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് എക്സ് മൈനസ് 1 ബൈ എക്സ് അഥവാ ഡി ആണെങ്കിൽ, ഞാൻ ഡി എന്നും കെ എന്നും പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇതിനെ ഷോർട്ട് ആക്കി പറയുന്നതാണ്. അപ്പൊ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് 4 ചെയ്താൽ മതി. ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4 ചെയ്താൽ മതി. ഈ സമ്മാണല്ലോ വലുത്, അപ്പൊ സമ്മിൽ നിന്നും കുറയ്ക്കണം. പിന്നെ ഡിഫറൻസ് ചെറുതാ, ഡിഫറൻസിനോട് കൂട്ടണം. അപ്പോഴേ നമുക്ക് മറ്റേ അള കിട്ടുള്ളൂ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സമ്മ് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട് 7 ആണ്. ഡി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4. അപ്പൊ 7 സ്ക്വയർ 45 അല്ല 49 മൈനസ് 4 45. 45ന്റെ റൂട്ട് എടുക്കണം. 45ന്റെ റൂട്ട് എടുത്താൽ 9 കോമൺ ആയിരിക്കും അല്ലെ? അപ്പം 9 ഇൻറ്റു 5 ആണ് 45. 9 പുറത്ത് വന്നാൽ 3√5 വരും. ആൻസർ എത്രയായിരിക്കും? 3√5 ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് വാല്യൂ എന്ന് ചോദിക്കാൻ കാരണം റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 വാല്യൂസ് വരുമല്ലോ, പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞല്ലേ വരിക. അപ്പം അതിനുള്ള പോസിറ്റീവ് വാല്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് 3√5 ആണ് ആൻസർ വരിക. അപ്പൊ ഓർത്ത് വെച്ചോളൂ, സമ്മാണ് തന്നത് അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ് തന്നത് എന്നുണ്ടെങ്കിൽ മറ്റേയാളെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡിഫറൻസ് ആണ് തന്നത് അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ബൈ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേയാളെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ ഓർക്കേണ്ടത്. അപ്പൊ 2 സെറ്റ് ഇക്വേഷൻസ്, ഒരു സെറ്റ് ഇക്വേഷനും കൂടെ അതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മറന്നു പോരുത് കേട്ടോ. ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിലും മറന്നുപോയ ആളുകളുണ്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പഠിച്ച പാറ്റേൺ അല്ല. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആര് വേണം? എക്സ് പ്ലസ് 1 ബൈ എക്സ് വേണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ബൈ എക്സ് വേണം അല്ലെ? എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ ഇത് കെ സ്ക്വയർ മൈനസ് 2 ആണ് പഠിച്ചത്. ഇനി എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി ആണെങ്കിൽ ഇതാരാ? ഡി സ്ക്വയർ പ്ലസ് 2. ഈ 2 രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനൊന്നും തന്നിട്ടില്ല. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. എന്താ ചെയ്യാൻ പറ്റുക? ഓർത്ത് വെച്ചോണം, എക്സ് സ്ക്വയർ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് 1 കാണാൻ പറ്റുന്നില്ലേ? അതങ്ങ് ചേർത്ത് എഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഈ മൈനസ് 8x അങ്ങോട്ട് കൊണ്ടുപോവുക. എന്തിനാണെന്നറിയാമോ? എക്സ് സ്ക്വയർ അല്ല നമുക്ക് വേണ്ടത് എക്സ് എന്നുള്ളതാണ് അല്ലെ? അതുപോലെ തന്നെ 1 അല്ല വേണ്ടത്, 1 ബൈ എക്സ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഒക്കെ ഒരു എക്സ് അധികം കൊണ്ട് എക്സിന് ഒഴിവാക്കണം. ഇവിടെ ഒരു എക്സ് അധികം കൊണ്ട് എക്സിന് ഒഴിവാക്കുക.
മൊത്തത്തിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാരായി എക്സ് ആയി, ഇതാരായി 1/x ആയി. ഈ -8 അങ്ങോട്ട് പോകുമ്പോൾ +8, അവിടെ -8 അല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ +8 ആയിട്ടുണ്ടാവും, 8 ആയി. x + 1/x 8 ആണ്. x² + 1/x² എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8² - 2 62. ഇനി നിങ്ങളിത് ശീലിച്ച് ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. x² - ax + 1 = 0 ആണെങ്കിൽ, മൈനസ് തന്നെ വരണമെന്നില്ല, പ്ലസ് വരികയാണെങ്കിൽ പോലും പ്ലസിനെ അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ, നെഗറ്റീവ് ആയിക്കോളൂ. x² - ax + 1 +1 ആയിരിക്കണേ, അത് മറന്നു പോകരുത്. +1 ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ x² + 1/x² കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളുടെ സ്ക്വയർ a² - 2 എടുത്താൽ മതി. അതായത് ഇതാണ് നമ്മളെ k എന്ന് ഓർത്താൽ മതി. ഇവിടെ 8 ഇല്ലേ, ആ 8 ആണ് നമ്മളെ k എന്ന് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ചെയ്ത് ശീലിച്ച ആൾക്കാർക്ക് ധൈര്യമാണ്, നിങ്ങൾ ചെക്ക് ചെയ്യൊന്നും വേണ്ട. എന്താ ഇക്വേഷൻ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തെടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഓൾ റൈറ്റ്, അപ്പോൾ ഓർത്തോളാം, x² - kx + 1 = 0 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ x² - dx - 1 = 0 എന്ന് പറഞ്ഞും ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്ന് d എടുക്കാനും k എടുക്കാനും പഠിച്ചോളൂ കേട്ടോ. ഇവിടെ പ്ലസോ മൈനസോ വരുന്ന കാര്യമില്ല, കാരണം റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആളുടെ സ്ക്വയറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട. പക്ഷെ ഇവിടുത്തെ ആളെ ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് d ആയിരിക്കും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് k ആയിരിക്കും. അപ്പൊ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? x² - 4x + 1 = 0. x² + 1/x² ആയിരിക്കും. അപ്പൊ k ആരാ? ഇവിടെ സം അല്ലേ, k 4 ആണ് അല്ലെ. അപ്പൊ 4² - 2 14 ആയിരിക്കും ആൻസർ. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ആൻസറിലേക്ക് എത്താൻ ഡയറക്റ്റ് പറ്റണം, ഒരുപാട് നേരം അതുമായിട്ട് ഇരിക്കരുത്. ഇതൊരു 5-6 സെക്കൻഡിൽ സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് സമയം ബാക്കി കിട്ടും. ഇല്ലെങ്കിൽ സെക്ഷണൽ ടൈമറാണ്, നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോകും. ഓക്കെ, റൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് x + 1/x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആവുന്നത്. അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇത്, അല്ലെങ്കിൽ ഇവരെ പ്രൊഡക്റ്റ് എത്രയാ? ഇവരെ പ്രൊഡക്റ്റ് 1 ആണ്. സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ അങ്ങനെയല്ല പറയേണ്ടത്. അതായത് a + b, അതായത് ഒരു നമ്പറും വേറൊരു നമ്പറും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് k ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് എ ബി അവരുടെ പ്രൊഡക്റ്റ് p എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ, a² + b² = k² - 2p എന്നാണ്. നമ്മൾ k² - 2 ആ പഠിച്ചത്, ഇവിടെ പക്ഷെ ഒരു p യും കൂടെ വരും, പ്രൊഡക്റ്റ് ആണത് കേട്ടോ. എന്നാൽ ഈ x + 1/x എടുക്കുന്ന സമയത്ത് അവിടെ പ്രൊഡക്റ്റ് 1 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഈ p എഴുതാതെ ഒഴിവാക്കി വിടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേ. 2x + 1/3x = 6 ആണ്. കണ്ടുപിടിക്കേണ്ടത് എത്രയാ? 9x² + 1/4x² ആണ്. ഇത് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എന്റെ ചോദ്യം, ഇയാളെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതാ x² + 1/x² കണ്ടുപിടിക്കണ ആരെ വേണം? ഇതിന്റെ റൂട്ട് x ആണ്, ഇതിന്റെ റൂട്ട് 1/x ആണ്. ഇയാളെയാണ് വേണ്ടത്, ആണല്ലോ. ഇവിടെ ആരെ വേണ്ടി വരും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 9x² കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 3x ആണ് ആവശ്യം അല്ലെ. 4x² കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 2x ആണ് ആവശ്യം. ഇതുണ്ടെങ്കിലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്ന അതാണോ? അതല്ല തന്നിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ആളെ ഇതിലേക്ക് മാറ്റാനാണ് ആദ്യം നോക്കേണ്ടത്. ഇത് കിട്ടുമെങ്കിലേ ഇയാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ശരി, തന്നിരിക്കുന്ന ആരെയാ? 2x + 1/3x = 6. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ 2നെ ഒഴിവാക്കിയിട്ട് പകരം അവിടെ 3നെ പ്ലേസ് ചെയ്യണം. ആൻഡ് ഇവിടെ 3നെ ഒഴിവാക്കിയിട്ട് പകരം 2നെ പ്ലേസ് ചെയ്യണം. ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടുത്തെ 2 പോവല്ലോ. ആൻഡ് ഇവിടെ താഴെ ഒരു 2 വന്നു. ഇനി അതുപോലെ തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ ഒരു 3 വരും, താഴത്തെ 3 അങ്ങ് പോയിക്കോളും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആൻഡ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായി? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത x ആയി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x ആയി, പ്ലസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/6x ആയി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ആയി, ഈക്വൽ ടു 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3 ആയി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 9 ആയി. അപ്പൊ നമുക്ക് കിട്ടി, നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പൊ നമുക്ക് വേണ്ട ആളെ കിട്ടിയിട്ടുണ്ട്. 3x + 1/2x = 9. 3x + 1/2x 9 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാ?
9x² പ്ലസ് 1/4x² ഇക്വൽ ടു, നമുക്ക് 3x സ്ക്വയർ ആണത്, 1/2x സ്ക്വയർ ആണ്, ഇത് ഓക്കെ ആണ്. അപ്പൊ സ്ക്വയർ എടുക്കുന്നത്, സാധാരണ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് k ആണെങ്കിൽ ഇത് k² - 2 ഇത്രേ എടുക്കാറുണ്ടായിരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ, ഇവിടെ പ്രൊഡക്റ്റ് 1 അല്ല. നിങ്ങൾ ആ നമ്പേഴ്സ് എടുത്തു നോക്കുക, ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ് നിങ്ങൾ കൂട്ടുന്നത്? ഡയറക്റ്റ് ഇൻവേഴ്സ് ആവുന്ന നമ്പേഴ്സ് ആണോ? അല്ല, 3x പിന്നെ 1/2x തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്റ്റ് എത്രയാ? x പോയാൽ അത് 3/2 ആണ്. അപ്പൊ ആ പ്രൊഡക്റ്റും കൂടെ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ശരിക്കും ആരാ, a² + b² ഈക്വൽ ടു k² - 2p. അപ്പൊ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടുത്തെ k എത്രയാ? 9 ആണ് കേട്ടോ. k² എന്ന് പറഞ്ഞാൽ 9² മൈനസ് 2p എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പ്രൊഡക്റ്റ്, 2 ഇൻറ്റു പ്രൊഡക്റ്റ് എത്രയാ? 3/2. അപ്പൊ പ്രൊഡക്റ്റ് ഉള്ള കേസിൽ പ്രൊഡക്റ്റ് കൊടുത്തോണം, പ്രൊഡക്റ്റ് ഇല്ല 1 ആണെങ്കിൽ അത് ഒഴിവാക്കി വിട്ടേക്കുക. അപ്പൊ എത്ര വരും? 9² 81 - 3 നിങ്ങൾക്ക് 78 കിട്ടും. കുറച്ച് ചിന്തിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. x + 1/x = √3 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x⁻18, x⁻12, x⁻6 + 1? നമ്മൾ ഇവിടം വരെ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇത്രയും നേരം നമ്മൾ ചെയ്തു, ഈ സാധനം ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ആയിരുന്നില്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. x² + 1/x² കണ്ടുപിടിക്കാൻ, x³ + 1/x³ കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണെന്ന് ഓർത്തോളാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പോകുന്നില്ല. x + 1/x = √3 ആണെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോ നിങ്ങൾ x³ + 1/x³ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും, 0 എന്ന് കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, 0 എന്ന് കിട്ടും. അങ്ങനെ 0 കിട്ടുന്ന ഒരു കേസ് ഇത് മാത്രമാണ്. അവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡാറ്റയാണ് x⁻6 = -1. ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് if x + 1/x = √3, ഇത് എവിടെ കണ്ടാലും x + 1/x √3 ആണ് എവിടെ കണ്ടാലും അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം x⁻6 ആരാ? -1 ആണ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോഴേ x⁻6 = -1 ആണെങ്കിൽ x⁻6ന്റെ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാവരും എന്തായിരിക്കും? -1 ആയിരിക്കും. x⁻6ന്റെ ഈവൻ മൾട്ടിപ്പിൾസ് ഒക്കെ എന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ തന്നെ നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു തരൂ. എടാ, x⁻18 എന്ന് പറഞ്ഞാൽ 3 6 അല്ലേ, അത് -1 ആയിരിക്കും. x⁻12 2 6 അല്ലേ, അത് +1 ആയിരിക്കും. x⁻6 -1 ആയിരിക്കും, പിന്നെ ഒരു +1. -1 +1 -1 +1, ആൻസർ എന്താ വരിക? 0 ആണ് വരിക. അപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പറ്റണമെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇഫ് എന്താ, x + 1/x = √3, x + 1/x √3 ആണെങ്കിൽ x⁻6 എപ്പോഴും ആയിരിക്കും? -1 ആയിരിക്കും. മറന്നു പോകാൻ പാടില്ല കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ, ഞാൻ സോൾവ് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. എന്നാലും നിങ്ങൾ ഇറങ്ങുമ്പോൾ സ്റ്റക്ക് ആവും. അങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. നിങ്ങളെ പ്രാക്ടീസ് ഒട്ടും എത്തിയിട്ടില്ല. നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, അഡ്വാൻസ് മാത്സിൽ കുറച്ച് വിഷയങ്ങളുണ്ട് തന്നെയാണ് അർത്ഥം കേട്ടോ. പഠിക്കണം, കാര്യമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. യെസ്, ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഓൾ റൈറ്റ്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് കണ്ടാൽ നമുക്കറിയാം x + 1/x √3 ആണെങ്കിൽ x⁻6 ആരാന്നറിയാം? -1 ആണെന്നറിയാം. x⁻12 ആരായിരിക്കും? +1 ആയിരിക്കും. x⁻18 ആരായിരിക്കും? -1 ആയിരിക്കും. x⁻24 = +1 ആയിരിക്കും. അങ്ങനെ പോയിക്കോളും, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന x⁻17 ആണ്. ഈ ഒരു കേസ് ഒന്നും ഒരിക്കലും നമുക്ക് x⁻17ലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റൂല. പക്ഷെ അതിന്റെ തൊട്ടടുത്ത ഒരാളുണ്ടല്ലോ x⁻18. അപ്പൊ ഇയാളെ x⁻18 ആക്കാൻ പറ്റുമോ നോക്കുക. എങ്ങനെ x⁻18 ആക്കുക? x⁻18/x എന്ന് എഴുതി കൂടെ? തെറ്റുണ്ടോ? തെറ്റൂല അല്ലെ. x⁻18/18 ആരാ? x⁻17 ആണ്. പ്ലസ് ഈ 1/x⁻17 ഞാൻ x/x⁻18 എന്ന് എഴുതുന്നു, കുഴപ്പമുണ്ടോ? അവിടെയും പ്രശ്നമില്ല. കാരണം എന്താ, ഈ x കട്ടായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/x⁻17 തന്നെ കിട്ടുക. അപ്പൊ അതും ഓക്കെയാണ്. ഇനി x⁻18 ആരോടാ? -1/x പ്ലസ് x⁻18 ആരാ? -1 അല്ലേ. അപ്പോ താഴെ -1 വരും. ആ -1ന് -x എന്നാണ് വരിക.
അപ്പൊ ഇവിടുന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാരാ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എത്രയാന്ന് നമുക്കറിയാം, √3 ആണെന്ന് അറിയാം. ഇനി ഒരു മൈനസ് പുറത്തുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്രയാ, -√3. കണ്ടോ, നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിലും അതിൽ ചെറിയൊരു ഡെവലപ്മെന്റ് വന്നപ്പോഴേക്കും നമ്മൾ ഭൂരിഭാഗം ആളുകളും സ്റ്റക്കായി. കാരണം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പ്രാക്ടീസ് ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ 17 എന്ന് പറഞ്ഞ 18ന്റെ അടുത്താണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പൊ കൺവേർഷൻ കുറച്ചും കൂടെ എളുപ്പമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാവണം. അതാണ് ഫസ്റ്റ് ഹിന്റ്. അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. പിന്നെ കുറച്ചും കൂടെ പ്രാക്ടീസ് ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ 17നെ 18 ആക്കാനുള്ള വഴി എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്നോർത്ത് നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് ചെയ്തോളൂ. ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റുകൾ വരുമ്പോൾ കൃത്യമായി അത് ഡീൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റുമോ? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ, അങ്ങനെയാണ് എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് വരാന്ന് ചോദിച്ചത്. എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് എത്രയാന്ന് അറിയണം. ഇത് ഡി ആണെങ്കിൽ ഇത് ഡി ക്യൂബ് മൈനസ് ഡി ക്യൂബ് പ്ലസ് 3d. ഇങ്ങനെയാ പഠിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഈ 1 / x എടുത്തെന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പൊ എക്സ് മൈനസ് 1/x ഈക്വൽ ടു ആരാ, 1 എന്ന് കിട്ടും. അപ്പോ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് ആരായിരിക്കും, ഇതാ ഡി ക്യൂബ് പ്ലസ് 3d. ഡി ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 3d എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 + 3 എത്ര വരും, 4 വരും. ഇപ്പൊ ചെറിയ മാറ്റങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തായി, സ്റ്റക്കായി, എന്തോ ഒരു പ്രശ്നം, സ്ഥിരം കാണുന്ന ടൈപ്പ് അല്ല. ചിലപ്പോൾ ഒന്ന് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മാറുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എപ്പോഴും. അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. പാനിക് ആയ സാധനം പോയി, പാനിക് അല്ലെങ്കിൽ വളരെ ഈസിയായി ഉത്തരം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുമോ? ഓക്കെ, ഭൂരിഭാഗം ആളുകളും സ്റ്റക്ക് ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ വളരെ നല്ലത്, പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ അറിയാത്ത ആളുകളാണെങ്കിൽ കാണാപ്പാഠം പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇഫ് നമ്മൾ പറഞ്ഞു എക്സ് പ്ലസ് 1/x √3 ആണെങ്കിൽ x⁻6 - 1 ആണ് അല്ലെ. അവിടെ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 1 ആണെങ്കിൽ x⁻6 ഈക്വൽ ടു അല്ല x⁻3. ഒരു മിനിറ്റ്, x⁻3 ഈക്വൽ ടു -1 ആയിരിക്കും. ഓക്കെ, ഇത് ഏത് ഇക്വേഷനെ ബേസ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ ഞാൻ അടുത്ത ദിവസം പറയും. അതിൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കുക. എക്സ് പ്ലസ് 1/x 1 എവിടെ കണ്ടാലും എക്സ് ക്യൂബ് ആരായിരിക്കും, -1 ആയിരിക്കും. അപ്പൊ എക്സ് ക്യൂബിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാം, എക്സ് ക്യൂബിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാം എന്തായിരിക്കും, ആ ക്യൂബിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാം -1 ആയിരിക്കും. ആ ക്യൂബിന്റെ ഈവൻ മൾട്ടിപ്പിൾസ് എല്ലാം എന്തായിരിക്കും, +1 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, x⁻6 എക്സ് ക്യൂബ് -1 ആണെങ്കിൽ x⁻6 എന്തായിരിക്കും, +1 ആയിരിക്കും. അപ്പൊ 1 + 1 ഈ x⁻6 എന്തായിരിക്കും, 1 ആയിരിക്കും. 1 + 1 എത്ര വരും, 2 വരും. ആൻസർ എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇത്രയും ഡയറക്റ്റ് ആണ് കേട്ടോ, വളരെ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ, ഇപ്പൊ നേരത്തെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചോളാം. ഈ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 1, x⁻3 ഈക്വൽ ടു -1. x⁻3 -1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ x⁻6 +1 ആയിരിക്കും. x⁻9 ആരായിരിക്കും, -1 ആയിരിക്കും. ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സെയിം സാധനം. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 1. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 1 ആണ്. എന്താ പറയുന്നത്, എക്സ് ക്യൂബ് -1 ആയിരിക്കും. ഇതാരാ, എക്സ് ക്യൂബിന്റെ 6th മൾട്ടിപ്പിൾ അല്ലേ, 3 × 6 അല്ലേ, അപ്പൊ അത് +1 ആയിരിക്കും. ആൻഡ് 12 എന്ന് പറഞ്ഞാൽ 4 × 3 ആണ്, അതും +1 ആയിരിക്കും. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്, അതും +1 ആയിരിക്കും. ഒരു +1 കൂടെ, 1 കൂട്ടി എത്രയായിരിക്കും, 4. കണ്ടോ, ഈ സെക്ഷണൽ ടൈമറിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വളരെ സ്പീഡിൽ ഉത്തരം ചെയ്യാൻ പറ്റുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ 90% ആൾക്കാർ അറ്റൻഡ് ചെയ്യും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഏറ്റവും സ്പീഡിൽ ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ 1 1 1 1 4 ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 4 സെക്കൻഡ്സ് മതി. ബാക്കി സമയം എന്ത് ചെയ്യാം, വലിയ ചോദ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 22 എണ്ണമെങ്കിലും സെക്യൂർ ആക്കാൻ പറ്റും. അതാണ് നിങ്ങൾ
നമുക്ക് അതിമോഹം പാടില്ല. അതായത് ചെറിയ സമയത്തിനുള്ളിൽ 25 ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. പറ്റും, നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ചെറിയൊരു ടൈമിൽ 22ലേക്കൊക്കെ എത്തലാണ് പോസിബിൾ ആയിരിക്കുക. കാരണം ബാക്കി സമയം ഉണ്ടാവില്ല നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 22 എണ്ണം എങ്ങനെ വളരെ ഈസിയായി സെക്യൂർ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫീൽഡിൽ ചെയ്യാൻ പറ്റണം. ശരി, അപ്പൊ ഇത് പഠിച്ചേ. അങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതെങ്ങനെയാ ചെയ്യായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ആൻസർ കിട്ടിയോ? ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം ഇത് സോൾവ് ചെയ്ത് തരാം. ആൻഡ് ജനറലി ഒരു കാര്യം പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യട്ടെ. x⁻17 അല്ലേ? നമുക്കറിയാം x+1/x=1 ആണെങ്കിൽ x³ എത്രയായിരിക്കണം? -1 ആയിരിക്കണം. അപ്പൊ അതിൽ x³ x⁻6, x⁻9, x⁻12, 15, 18, 21 എന്ന് പറഞ്ഞാൽ പോവാം. അപ്പൊ 17 ഒന്നും അവിടെ റോളില്ല. അപ്പൊ 17 എന്താക്കണം? 18 ആക്കണം. 14 എന്താക്കണം? 15 ആക്കണം. എല്ലായിടത്തും ഒരു എക്സിന്റെ കുറവുണ്ട് അല്ലെ? അപ്പൊ ഞാൻ മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് വാല്യൂ മാറാണ്ടിരിക്കാൻ എക്സ് കൊണ്ട് ഡിവൈഡും ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറും? x⁻18 പ്ലസ് x⁻15 പ്ലസ് x⁻12 പ്ലസ് x⁻9 പ്ലസ് 3x ഉണ്ട് കേട്ടോ. 3x ഡിവൈഡഡ് ബൈ എക്സ് ഇങ്ങനെ വന്നോളൂ. x⁻18 ആരാ? +1 ആണ്. 15 ആരാ? -1 ആണ്. 12 ആരാ? +1 ആണ്. 9 ആരാ? -1 ആണ്. പ്ലസ് 3x വരും. 3x +1 -1 +1 -1 ക്യാൻസൽ ആയിട്ടുണ്ടാവും. പിന്നെ ഈ എക്സും താഴത്തെ, പിന്നെ 3x മുകളിലുള്ളൂ. ആ 3x 0 + 3x ആണ്. 3xന്റെയും ഈ താഴത്തെ എക്സിന്റെ എക്സ് കട്ടായി പോയി കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയയും കൂടെ പറഞ്ഞതിന് ശേഷം ജനറൽ ഐഡിയ പറയാം. x+1/x √3 ആണെങ്കിൽ x⁻6 -1 ആണ് അല്ലെ? ആൻഡ് x+1/x 1 ആണെങ്കിൽ x³ -1 ആണ്. ഇവിടെ ഓർക്കേണ്ടത് 6 ഡിഫറൻസ് വരുന്ന വാല്യൂസ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആവും. അങ്ങനെ ഓർത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. അതായത് x⁻18 പ്ലസ് x⁻12 പ്ലസ് x⁻6 പ്ലസ് 1 എന്ന് പറഞ്ഞില്ലേ? ഇതിൽ x⁻18ഉം x⁻12ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 അല്ലേ? അല്ലെ? പവർ ഡിഫറൻസ് 6 അല്ലേ? ഇവിടെ 6 എടുത്തോണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ എന്തായിക്കോളും? ക്യാൻസൽ ഔട്ട് ആയിക്കോളും. നിങ്ങൾ ബാക്കിയുള്ള ആളെ നോക്കിയാൽ മതി. ഈ ഒരു കേസിൽ x⁻18 പ്ലസ് x⁻15 പ്ലസ് x⁻12 പ്ലസ് x⁻9 പ്ലസ് 3x എന്നല്ലേ ഉള്ളത്? ഇവിടുത്തെ ഇവരെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാ? 3 അല്ലേ? ഇവിടെ പവർ 3 ആയതുകൊണ്ട് ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് 3 ആണ്. ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പും 3 ആണ്. അത് ക്യാൻസൽ ഔട്ട് ആയിപ്പോ പിന്നെ 3x/x അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ മൊത്തത്തില്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് 18ഉം 15ഉം 12ഉം ഒക്കെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. ഇവിടെയും പറ്റും. അതായത് x⁻17 പ്ലസ് x⁻14 പ്ലസ് x⁻11 പ്ലസ് x⁻8 പ്ലസ് 3 എന്നല്ലേ ഉള്ളത്? ഇവരെ ഡിഫറൻസ് എത്രയാ? 3 അല്ലേ? 17ഉം 14ഉം 3 ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാം. നമുക്ക് 11ഉം 8ഉം ഒഴിവാക്കാം. പിന്നെ ആരേ ബാക്കിയുള്ളൂ? 3 ഉള്ളൂ. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ എങ്ങനെയാ കിട്ടുക? 17ഉം 14ഉം പോയി, 11ഉം 8ഉം പോയി, 3 ആണ് ആൻസർ. 3 ആണ് ആൻസർ. അപ്പൊ ഈ ഒരു സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ആൻഡ് ഈ ഒരു സീരീസ് നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്ററിന്റെയും എല്ലാ പ്രധാനപ്പെട്ട കോർണറുകളും നമ്മൾ ഈ രീതിയിൽ ചെയ്യും. അപ്പൊ ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യനിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഒരു 20 സെക്കൻഡ് 25 സെക്കൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒരു 5 സെക്കൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ 20 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100 സെക്കൻഡ് എന്ത് ചെയ്യാൻ പറ്റി? ലാഭിക്കാൻ പറ്റി. ആ 100 സെക്കൻഡ് മതിയാവും 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ അതിനുള്ള ഒരു എഫേർട്ട് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം, ഫോളോ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്കത് ഈ ഒരു വീഡിയോ ബെനിഫിഷ്യൽ ആയോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കണ്ടന്റ് ആഡ് ചെയ്യേണ്ടതുണ്ടോ, കുറച്ചും കൂടെ ഷോർട്ട് ആക്കണോ, കുറച്ചും കൂടെ ലോങ് വീഡിയോസ് ആണോ വേണ്ടത്? നിങ്ങളെ സജഷൻ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ ആക്റ്റീവ് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സീരിയസ് ആയി തന്നെ ഈ ഒരു സീരീസ് ആയിട്ട് മുന്നോട്ട് പോകാം. സീരീസ് ആയിട്ട് എന്തായാലും മുന്നോട്ട് പോകും. നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയി ഈ ഒരു സീരീസിന്റെ ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതിന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളാണ്, നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് തൊട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും
ഈ SSC CGL എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പം അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം, ആ വീഡിയോ കൂടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.